ഇപ്പോൾ KPCC അധ്യക്ഷൻ കെ സുധാകരൻ മാധ്യമങ്ങളെ കാണും തത്സമയം. യോഗമേ എനക്കുള്ളൂ, അതിൻ്റെ അങ്ങോട്ട് മേലോട്ട് പോകാൻ എനിക്കില്ല. അത് ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കുന്നതല്ല. അവരെന്ത് തീരുമാനം എടുക്കുന്നു ആ തീരുമാനം മനസ്സാ ശിരസ ഞാൻ സ്വീകരിക്കും. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചകളൊക്കെ ഇന്നലെ നടത്തിയിരുന്നു, സംസാരിച്ചിരുന്നു. ഒരുപാട് മണിക്കൂർ നേരം ഞാൻ അഖിലേന്ത്യാ പ്രസിഡന്റ് ഖാർഗെജിയും അതുപോലെ രാഹുൽജിയും ഇരുന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയം, കേരളത്തിലെ സംഘടനാ ശക്തി, കേരളത്തിലെ പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റി, അതൊക്കെ ഞങ്ങൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അതൊന്നും എൻ്റെ മുമ്പിൽ ചർച്ചയായിട്ടില്ല. അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ പോയി ചോദിച്ചാൽ മതി. എന്നെ മാറ്റുന്നുണ്ടോ എന്നുള്ളത് അവരോട് ചോദിക്കുക. ഞാനല്ല എന്നെ മാറ്റേണ്ടത്, അവരാണ്. എന്നെ വെക്കേണ്ടതും മാറ്റേണ്ടതും അവരാണ്. എന്ത് പറഞ്ഞാലും ഹൈക്കമാൻഡിൻ്റെ തീരുമാനം, അന്തിമ തീരുമാനം അതെൻ്റെ തീരുമാനമാണ്. സൂചിപ്പിച്ചിട്ടില്ല, ഇതുവരെ എന്നിലേക്ക് സൂചിപ്പിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, അതൊക്കെ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അഖിലേന്ത്യാ കമ്മിറ്റി പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കും. സുധാകരൻ നിൽക്കും, സുധാകരൻ പോകണം, പോകും. അങ്ങ് തുടരുന്നില്ല എന്നൊന്നും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ഉണ്ടാക്കുന്നതാ. നിങ്ങൾക്ക് പിന്നെ ഒന്ന് കിട്ടിയാൽ 10 ആക്കുമല്ലോ. അങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്കില്ല. അത് പക്ഷേ എൻ്റെ പ്രവർത്തനവും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളും വിലയിരുത്തേണ്ടുന്നത് എൻ്റെ ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിന് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ്. ദാറ്റ്സ് ഓൾ. അതൊക്കെ ഞാൻ ആരെ പേര് നിർദ്ദേശിക്കണമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം വരണ്ടേ. മാറ്റുന്നു എന്ന് വന്നാലല്ലേ നിർദ്ദേശം. മാറ്റുന്നു എന്ന് പറയാതെയും തീരുമാനം എടുക്കാതെയും ആരെങ്കിലും പേര് നിർദ്ദേശിക്കുന്നെങ്കിൽ അത് തലക്കസുഖം കൊണ്ടുണ്ടല്ലേ വരെന്താ. അപ്പോൾ ഗുഡ് ബൈ. ഞാൻ വളരെ സംതൃപ്തനാണ്, വളരെ സന്തോഷവാനാണ്. തീർച്ചയായിട്ടും വളരെ സന്തുഷ്ടനാണ്, സന്തോഷവാനാണ് എന്നുള്ളതാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞത്. തൻ്റെ KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റും എന്ന വാർത്തകളോട് പോസിറ്റീവായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. തന്നെ വെച്ചത് ഹൈക്കമാൻഡാണ്. തന്നോട് മാറാൻ പറഞ്ഞാൽ മാറും. ഹൈക്കമാൻഡിൻ്റെ തീരുമാനമായിരിക്കും തൻ്റെ തീരുമാനം. നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, മാറാൻ പറഞ്ഞാൽ മാറും എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. സണ്ണി ജോസഫിൻ്റെ പേര് പകരം പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തോട് ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിലവിൽ വരുന്ന വാർത്തകളെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള പ്രതികരണമാണ് ആദ്യമായി കെ സുധാകരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. KPCCയിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയിൽ അധ്യക്ഷ സ്ഥാനത്ത് ഒരു പൊളിച്ചെഴുത്തിന് ഹൈക്കമാൻഡ് ഒരുങ്ങുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ആ പൊളിച്ചെഴുത്ത് ഉണ്ടാകും എന്ന സൂചനകളാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നത്.